വേസ്റ്റ് വരുന്ന വെള്ളങ്ങൾ കെട്ടിക്കിടക്കുകയാണ്, മൊത്തം ബ്ലോക്കാണ്. അതായത് അന്താരാഷ്ട്ര എയർപോർട്ടിന്റെ 200 ഏക്കർ ഭൂമി ഇപ്പോൾ നശിച്ചു കിടക്കുകയാണ് മൊത്തമായിട്ട്. അതിന് നമ്മൾ എന്തെങ്കിലും എത്രയും പെട്ടെന്ന് പഞ്ചായത്തും എൽ ഓഫീസും വഴിയായിട്ട് ഇത് ക്ലിയർ ചെയ്യണം. പഞ്ചായത്ത് ഇപ്പോൾ കൊയ്യാനായിട്ട് മെഷീനേ ഇല്ല അവിടെ നിലവിൽ. കാലി പഞ്ചായത്തിന് ഒരു ഭാഗങ്ങൾ തന്നെ ഇല്ല. ഒരു മെതിക്കുന്ന മെഷീനോ അല്ലെങ്കിൽ കൊയ്യുന്ന ചെറിയ യന്ത്രം വരെ ഇല്ല. ഉള്ളതിൻ്റെ ആണെങ്കിൽ മെഷീനറികളൊന്നും കംപ്ലീറ്റ് നശിച്ചു കിടക്കുകയാണ്. അതുപോലെ തന്നെ കംപ്ലീറ്റ് പഞ്ചായത്ത് ഏനാട് ഭാഗത്തു നിന്നാണെങ്കിലും ഭാഗങ്ങൾ ക്ലിയർ അല്ല. അവിടെ ഓഫീസേഴ്സ് വരുന്നത് 12 മണി 1 മണിയാകുമ്പോഴാണ് അവിടെ ഓഫീസർ വരുന്നത്. ഒറ്റ ദിവസം തന്നെ കാണാറില്ല കർഷകൻ ചെന്ന് കഴിഞ്ഞാൽ. കാർഷിക രംഗത്ത് നേരിടുന്ന ഒരു പ്രധാന പ്രതിസന്ധി ശരിക്കും ഒരു കൗൺസിലിംഗ് നടക്കണില്ല അല്ലേ? ഇല്ല, ഒരു പരിപാടി നടക്കണില്ല. മൊത്തത്തിൽ തന്നെ എയർപോർട്ട് വന്നതോടെ ഇതിന്റെ ഭാഗം കെട്ടിടക്കുകയാണ്. പിന്നെ ഇവിടുന്ന് പോകുന്ന വെള്ളങ്ങൾ കംപ്ലീറ്റ് ബ്ലോക്ക് ആയിരിക്കുകയാണ്. ഇത് എയർപോർട്ടിന്റെ ഭാഗത്ത് ബ്ലോക്ക് ചെയ്യാണ്. അതായത് എയർപോർട്ടിന്റെ കാലം വന്ന് മൂടിക്കിടക്കുകയാണ് മണ്ണ് വന്ന്. അപ്പോൾ അത് എന്താ പ്രശ്നം, എയർപോർട്ടിന്റെ സൈഡ് കംപ്ലീറ്റ് ബിനാമി പിടിച്ചിരിക്കുകയാണ്. 100 ഏക്കർ സൗഹൃദം ബിനാമി ബ്ലോക്ക് ചെയ്തിരിക്കുക. അത് കാരണം വളരെ തടസ്സമാണ് ഇവിടുന്ന് അവിടെ വെള്ളം പോകാനായിട്ട്. അവരെ കംപ്ലീറ്റ് ലെവൽ ചെയ്തു. നെൽകൃഷിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല കാഞ്ഞൂരിന്റെ കാർഷിക മുന്നേറ്റം. 15 രൂപ വെച്ച് സബ്സിഡി നൽകിക്കൊണ്ട് ഈ വർഷം മാത്രം 62,500 വാഴകൃഷി ചെയ്യുവാൻ ഈ പഞ്ചായത്തിന് സാധിച്ചു. സമ്പൂർണ്ണ കാർഷിക ഗ്രാമമാണ് കാഞ്ഞൂരുകാരുടെ സ്വപ്നം. കർഷകരുടെ പരാതികളും പ്രശ്നങ്ങളും മനസ്സിലാക്കി സമയബന്ധിതമായി അവ പരിഹരിച്ചാൽ മാത്രമേ പഞ്ചായത്തിന് സമ്പൂർണ്ണ കാർഷിക ഗ്രാമം എന്ന സ്വപ്നത്തിലേക്ക് എളുപ്പം നടന്നെടുക്കാനാവൂ. കാഞ്ഞൂരിന്റെ വികസന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ചർച്ചയ്ക്കുള്ള സമയമാണ്. കണമാഷ്, 85% ആൾക്കാരും കൃഷി മേഖലയിലാണെന്ന് പറഞ്ഞതായിട്ട് കേട്ടു. അത് വളരെ കൂടിപ്പോയില്ലേ എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ കേരളത്തിൽ കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവരുടെ ശതമാനം വളരെ കുറഞ്ഞിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ കണക്ക്. കാഞ്ഞൂർ ഇപ്പോഴും അങ്ങനെ കാർഷിക മേഖലയിലാണോ, അതോ വളരെയധികം ആൾക്കാർ മറ്റു മേഖലയിൽ പണിയെടുക്കുന്നവരും ഇല്ലേ? അപൂർവം ആളുകളെ പോയിട്ടുള്ളൂ. കാർഷിക മേഖല എന്ന് പറയുമ്പോൾ നെൽകൃഷി ചുരുങ്ങിയിട്ടുണ്ടെങ്കിലും ഏത്തവാഴ കൃഷി, പൈനാപ്പിൾ കൃഷി കാർഷിക മേഖലയിൽ തന്നെയാണ് നിൽക്കുന്നത്. നെൽകൃഷിയിൽ നിന്ന് വിട്ടുപോയിട്ടുള്ള മറ്റ് കൃഷികളിലേക്ക് പോയിട്ടുള്ള ആളുകളെ തിരിച്ചു കൊണ്ടുവരുന്നതിനുള്ള ഒരു ബോധവൽക്കരണവും ശ്രമകരമായ പ്രവർത്തനവും ഞങ്ങൾ നിശ്ചയിച്ചിരിക്കുകയാണ്. മാത്രമല്ല, അടുത്ത മുണ്ടകൻ കൃഷിയോടുകൂടി കാഞ്ഞൂർ പഞ്ചായത്തിൽ 1 ഇഞ്ച് സ്ഥലം പോലും തരിച്ചിടില്ല എന്ന് പറയുമ്പോൾ പാടശേഖരത്തെ മാത്രമല്ല കരഭൂമികളെ കൂടി കൃഷിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങൾ പാടശേഖര സമിതികൾ വിളിച്ചുകൂട്ടി തയ്യാറെടുത്ത് വരികയാണ്. ഇപ്പോൾ ഈ 300 ഹെക്ടർ തരിശായി കിടക്കുന്നതിൽ 60 ഹെക്ടർ വീണ്ടെടുത്തു. അപ്പോൾ ഇനിയും 240 ഉണ്ട്. അത് ഇനി എത്ര കാലം കൊണ്ട് അത് വീണ്ടെടുക്കാൻ സാധിക്കും? അടുത്ത മുണ്ടകൻ കൃഷിയോടുകൂടി തന്നെ. അത് കാരണം ഈ സമയത്തിൻ്റെ വലിയൊരു കുറവുണ്ട്. ലിസ്റ്റ് ഇറിഗേഷൻ സ്കീമുകളുടെ ഒരു കുറവുകളുണ്ട്. 3 കോടി രൂപ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് കാഞ്ഞൂർ പഞ്ചായത്തിലെ ലിസ്റ്റ് ഇറിഗേഷൻ സ്കീമുകൾ പുനരുദ്ധരിക്കുന്നതിന് വേണ്ടി അനുവദിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഈ തരിശുഭൂമി തിരിച്ച് കൃഷിയോഗ്യമാക്കാനായിട്ട് പ്രധാനമായിട്ടും ആശ്രയിക്കുന്നത് എന്താണ്? തൊഴിലുറപ്പ് പദ്ധതിയാണോ? അതുകൂടാതെ വേറെ പദ്ധതികളും അതിൻ്റെ പ്രയോജനവും കൂടെ അതിൽ കൊണ്ടുവരുന്നുണ്ടോ, അതോ നിങ്ങളുടെ സ്വന്തം ഫണ്ട് ഉപയോഗിച്ചാണോ? അല്ല, ഈ നെൽവയൽ ഒരുക്കുന്നതിന് വേണ്ടി ടില്ലറുകളുണ്ട്, ടില്ലറുകൾ കൊടുത്തിട്ടുണ്ട്. ഒരു കൊയ്ത്തു മെതി യന്ത്രം ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പം നേരത്തെ പറഞ്ഞ കൊയ്യാനുള്ള അസൗകര്യത്തെക്കുറിച്ച് ഒരു കൃഷിക്കാരൻ പറഞ്ഞു. ഞാൻ നീണ്ടുപോകണമെന്നറിയില്ല. ആ കൃഷിക്കാരനെ ഞാൻ ഫോണിൽ വിളിച്ച് വളരെ നിർബന്ധിച്ച് അയാൾ മുഖാന്തരം നിരവധി ഏക്കർ സ്ഥലം കൃഷി നടത്തി. പക്ഷെ കൊയ്യേണ്ട സമയം വന്നപ്പോൾ ജില്ലാ പഞ്ചായത്ത് ഞങ്ങൾക്കൊരു മെഷീൻ തരാൻ സമ്മതിച്ച് കുന്നുകരയിൽ നിന്നാണ് കിട്ടേണ്ടത്. അത് അന്വേഷിച്ചപ്പോൾ വൈക്കോൽ 3 മുറിഞ്ഞു പോകും. പക്ഷെ വൈക്കോലിന് വളരെ പ്രാധാന്യമുണ്ട്. എന്നാലും അത് കൊണ്ടുവരാമെന്ന് വിചാരിച്ചിട്ട് ജില്ലാ പഞ്ചായത്തിൻ്റെ കത്തുമായി ചെല്ലുന്ന സന്ദർഭത്തിലാണ് ആ മെഷീൻ കേടായി കിടക്കുന്നത്. പാലക്കാട് വരെ ഞങ്ങൾ മെഷീൻ അന്വേഷിച്ച് കിട്ടിയില്ല. പക്ഷേ ആ കുറവുകൾ ഈ അടുത്ത മാസം കൊണ്ട് ഞങ്ങൾ പരിഹരിക്കും. ജില്ലാ പഞ്ചായത്തുമായി സംസാരിച്ച് അതിന് എല്ലാവിധ സംവിധാനങ്ങൾ ഞങ്ങൾ ഉറപ്പാക്കിയിട്ടുണ്ട്. മാത്രമല്ല, ഈ പഞ്ചായത്ത് ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ അതിൽ നിന്ന് പോയാലും കാർഷിക മേഖലയിൽ ഞങ്ങൾ തുടങ്ങിയിട്ടുള്ള ഈ സംവിധാനം പുനർജീവിപ്പിച്ചുകൊണ്ട് ഫലപ്രദമാക്കാൻ വേണ്ടി ഞങ്ങളുടെ ശക്തമായ പ്രവർത്തനം ഞങ്ങൾ തുടരും. ഈ ഒരു കൊയ്യാനുള്ള യന്ത്രത്തിന് എന്ത് വില വരും? 17 ലക്ഷം രൂപ വരും. 17 ലക്ഷം. അത് കേരള അഗ്രോ മിഷനറിയുടെ ആണോ അതോ പുറത്തുനിന്ന് വരുന്നതാണോ? പുറത്തുനിന്ന് വരുന്നതാണ്. പിന്നെ കാർഷിക മേഖലയിൽ കൂടാതെ തന്നെ നിങ്ങളുടെ പഞ്ചായത്ത് മറ്റ് പല മേഖലകളിലും ഒരുപാട് എടുത്തു പറയാനുള്ളൊരു കാര്യമുണ്ട്. എടുത്തു പറയാനുള്ള കാര്യം യന്ത്രവൽകൃത പനമ്പ് നെയ്ത്ത് കേന്ദ്രം. ലക്ഷക്കണക്കിന് തൊഴിലാളികൾ
പണിയെടുത്തുകൊണ്ടിരുന്ന ആ വ്യവസായം ഇന്ന് തകർന്നിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ് സംസ്ഥാന ഗവൺമെൻറ് അത് പുനരുദ്ധരിക്കുന്നതിന് വേണ്ടി കോടിക്കണക്കിന് രൂപ കടം കൊടുത്തുകൊണ്ട് യന്ത്രവൽക്കരിക്കുക എന്ന് പറഞ്ഞാൽ ഈറ്റ മുറിക്കുന്നത് മെഷീനാണ്, പ്ലാക്ക് പൊളിക്കുന്നത് മെഷീനാണ്, അലി കീറുന്നത് മെഷീനാണ്. ഇപ്പോൾ 2 സെൻറ്റർ എൻ്റെ പഞ്ചായത്തിൽ തുടങ്ങി, ഞങ്ങളുടെ പഞ്ചായത്തിൽ തുടങ്ങി. സംസ്ഥാനത്ത് ആദ്യമായി ജനപങ്കാളിത്തത്തോടുകൂടി 7 ലക്ഷം രൂപയുടെ മെഷീൻ വരുത്തി 1.5 ലക്ഷം രൂപയുടെ ഷെഡ് ഉണ്ടാക്കി കൊടുത്ത് മാതൃകാപരമായി ആദ്യമായി തുടങ്ങിയത് കാഞ്ഞൂർ പഞ്ചായത്തിനാണ്. ഇത് കണ്ടപ്പോൾ ആളുകൾക്ക് ആവേശം തോന്നി, ഞങ്ങൾക്കും വേണമെന്നു. തൊട്ടടുത്ത് വേറൊരു സെൻറ്ററും കൂടി. ഇപ്പോൾ 3ാമത് സെൻറ്റർ ഈ വരുന്ന ഏപ്രിൽ മാസത്തിൽ എളമരം കരീം നമ്മുടെ വ്യവസായ മന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ തൊഴിലില്ലാതെ കിടുന്ന ആളുകൾക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ഈ SCP ഘടക പദ്ധതിയുടെ 27% മാത്രമേ വിനിയോഗം ഉണ്ടായിട്ടുള്ളൂ. അതെന്തുകൊണ്ടാണ് അത് ഇത്ര കുറഞ്ഞിരിക്കുന്നത്? SCPയുടെ ഒരു പ്രശ്നം ഞങ്ങൾക്കുണ്ട്. ഞങ്ങളിപ്പോൾ 17 ലക്ഷം രൂപ ഞങ്ങളെ അവർക്ക് വീടില്ലാത്ത ആളുകൾക്ക് സ്ഥലം വാങ്ങി കൊടുക്കാൻ വേണ്ടി പ്രോജക്റ്റ് അംഗീകരിച്ച് അതിൻ്റെ കളക്ടർ സാങ്ഷൻ വാങ്ങിച്ച് ഈ മാസം നടപ്പാക്കാൻ കഴിയുന്നില്ല. അപ്പോൾ മിക്കവാറും പൂർണ്ണമായി ചെലവഴിക്കാൻ കഴിയും. അനുഭവിക്കുന്നൊരു ബുദ്ധിമുട്ട്, അനുഭവിക്കുന്ന തുക പൂർണ്ണമായി ചെലവഴിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിൻ്റെ പേരിലാണ്. നേരെ മറിച്ച് പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഒരു 35 പേര് താമസിക്കുന്ന ഒരു കോളനി ഉണ്ട്. അവിടെ 11 കുടുംബത്തിന് 10 കുടുംബത്തിനും പുതിയ വീടുണ്ടാക്കി കൊടുത്തു. അവർക്ക് 2.5 ലക്ഷം രൂപ ചെലവഴിച്ച് കുടിവെള്ളം എത്തിച്ചു. ആ റോഡൊക്കെ ശരിയാക്കി അവർക്ക് കുട്ടികൾക്ക് പഠനോപകരണങ്ങളടക്കമുള്ള കാര്യങ്ങൾ ഓരോ വർഷം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭവനരഹിതരായ 200 പേരുണ്ടെന്ന് പറയുന്നത് അവരാരാണ്? അവർക്ക് എന്തെങ്കിലും വീട് വെച്ച് കൊടുക്കാനുള്ള പരിപാടി ഉണ്ട്. EMS ഭവന പദ്ധതി പ്രകാരം 202 പേര് ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. 1,60,00,000 രൂപ ഞങ്ങൾക്ക് കടമെടുക്കാൻ സാങ്ഷൻ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ആദ്യ ഗഡു ഈ 28-ാം തീയതി വിതരണം ചെയ്യാൻ പോവുകയാണ്. ഒരു കാര്യം കൂടി അറിയാനുള്ളത്, ഈ ജൈവ കൃഷിയിലേക്ക് ഉള്ള നീക്കം വല്ലതും നടത്തിയിട്ടുണ്ട്? ഒരു വളം ഡിപ്പോയുടെ ഇത് ചിത്രം വളരെ പ്രധാനമായിട്ട് കാണിച്ചു. ഈ രാസവളത്തിന് പ്രത്യേക വരാൻ കാരണം വെച്ചാൽ ഒരു കാലഘട്ടത്തിൽ രാസവളം ഉപയോഗിക്കണം എന്നുള്ള വലിയൊരു പ്രചരണം ഗവൺമെൻറ് തലത്തിലും കമ്പനികൾ മുൻകൈയെടുത്ത് നടത്തിക്കൊണ്ടിരുന്നു. അതിന് നമ്മളും പ്രചരണം കൊടുത്തു. അങ്ങനെ പെട്ടെന്ന് വളർച്ചയും ഇതുണ്ടാക്കാൻ വേണ്ടി യൂറിയ, ഫാക്ടംബോസ് ഇങ്ങനെ ഉപയോഗിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ ഉപയോഗിച്ച് പെട്ടെന്ന് ജൈവവളത്തിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന വിധത്തിൽ വിളവ് കിട്ടാതെ വരുമ്പോൾ വീണ്ടും ആളുകളിലേക്ക് അത് വരും. പക്ഷേ അതിൻ്റെ ദൂഷ്യവശങ്ങൾ ഇന്ന് പടശേഖര സമിതി വഴി ഞങ്ങൾ അവബോധം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ജൈവവളത്തിന് പകരം രാസവളം എന്നുള്ളതായിരുന്നില്ല യഥാർത്ഥ സന്ദേശം. ജൈവവളത്തോടൊപ്പം രാസവളങ്ങൾ കൂടി വേണം എന്നുള്ളതായിരുന്നു യഥാർത്ഥ സന്ദേശം. അതിൽ പെശക് പറ്റിയതായിരിക്കണം. എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ പഞ്ചായത്തിൽ ആകെ എത്ര നെൽവയലുണ്ട്? വയല് 109 ഹെക്ടർ. കൃഷി ചെയ്തുകൊണ്ടിരുന്നത് 409 ഹെക്ടറാണ്. ബാക്കി സ്ഥലങ്ങൾ കരഭൂമികളാണ്. ഞാൻ ഉൾക്കൊള്ളുന്ന പ്രദേശം ഏതാണ്ട് 740 ഏക്കർ സ്ഥലത്ത് ജലസേചനം കൊടുക്കാൻ വേണ്ടി ഇന്ത്യയിൽ ആദ്യമായി ഏറ്റവും ഉയരം കൂടിയ സ്കീം സ്ഥാപിച്ചത് ഞാൻ ഉൾക്കൊള്ളുന്ന പ്രദേശത്താണ്. 80 അടി ഉയരം. 740 ഏക്കറിൽ ജലസേചനം ഉണ്ട് അല്ലേ? കേരളത്തിലെ ജാതി കൃഷിയുടെ ഏറ്റവും വലിയ കേന്ദ്രമാണ് കാലടി. ഞങ്ങളുടെ പ്രദേശത്തൊക്കെ ജാതി കൃഷി ഇല്ലാത്ത ഒരൊറ്റ കുടുംബമില്ല. അത് ശരി. അതാണ് ഈ കരഭൂമിയിലുള്ള കൃഷിയുടെ മാറ്റം വരാൻ കാരണം. എനിക്ക് അറിയേണ്ടത്, ശരാശരി ഒരാൾക്ക് എത്ര പറമ്പ് ഉണ്ടാകും കൃഷി ചെയ്യാനായിട്ട്? കൃഷി ചെയ്യാനായിട്ട് 20 സെന്റ് മുതൽ 2.5 ഏക്കർ വരെ ഉണ്ടാകും. സാറിന്റെ ചോദ്യത്തിൽ ഒരു സംശയം തിരുത്താണ്ട് എനിക്ക്. സബ്സിഡി കിട്ടാൻ വേണ്ടിയല്ല, 20 സെന്റ് മുതൽ 2 ഏക്കറിലുള്ളതിൽ അതുകൊണ്ട് മാത്രം ഒരാൾക്ക് ജീവിക്കാൻ പറ്റുമോ? ആ കൃഷി കൊണ്ട് മറ്റു മാർഗങ്ങളുണ്ട്. പശു വളർത്തൽ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. ആ കുടുംബത്തിൽ മറ്റു വരുമാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി മറ്റ് തൊഴിൽ സംരംഭങ്ങൾ ഞങ്ങൾ വളരെ ശ്രമകരമായി നടത്തി വരികയാണ്. കൃഷി ഒരു ഭാഗത്ത് നടത്തുമ്പോൾ സ്ത്രീകൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ കഴിയുന്ന തൊഴിൽ, സ്ത്രീകൾക്ക് ഗ്രൂപ്പായി ചെയ്യാൻ കഴിയുന്ന തൊഴിൽ, ഇത് തരംതിരിച്ച് അതിന് പ്രത്യേകം പ്രോത്സാഹനം കൊടുത്ത് ഞങ്ങൾ കൊണ്ടുവരികയാണ്. ഈ സ്കൂളുകളിൽ എത്ര ദിവസം പഠനം നടക്കുന്നുണ്ട് എന്ന് ഉള്ള ഒരു കണക്ക് ഉണ്ടോ? ശരിക്കും എത്ര ദിവസം ക്ലാസ് നടക്കും? ഞാൻ പറയുന്നത് അധ്യാപകർ വന്ന് ഒപ്പിട്ട് പോകുന്നതല്ല, യഥാർത്ഥത്തിൽ ക്ലാസ് നടക്കുന്ന ദിവസങ്ങൾ സ്കൂളുകളിൽ കൃത്യമായി എല്ലാ വർക്കിംഗ് ഡേയും നടക്കുന്നുണ്ട്. ഏതെങ്കിലും സമരം നടക്കുമ്പോൾ ഒഴിച്ചാൽ അത് ഞങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. സമരമായാലും ആഘോഷത്തിന് അവധി കൊടുക്കുന്നതായാലും മേളയായാലും പല കാരണങ്ങളാലും യഥാർത്ഥത്തിൽ ക്ലാസ് നടക്കുന്ന ദിവസങ്ങൾ കുറവാണ് എന്ന പരാതി വ്യാപകമാണ്. കാഞ്ഞൂരിൽ അങ്ങനെയാണോ? പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ അവിടെ പെരുന്നാൾ അങ്ങനെയുള്ള സൗകര്യങ്ങൾ കാരണങ്ങൾ പലതായിക്കോട്ടെ, ഒഴിവ് വരും. ആ ഒഴിവുകളൊക്കെ തന്നെ മറ്റ് ശനിയാഴ്ച ദിവസം വർക്കിംഗ് ഡേ നടത്തി അത് ഫില്ല് ചെയ്യണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ട് നടക്കുന്നുണ്ട്. അങ്ങനെ എത്ര ദിവസം ക്ലാസ് കിട്ടി എന്നതിന് കണക്കുണ്ടോ എന്നാണ് ചോദിച്ചത്.
നടക്കുന്നുണ്ട് എന്നൊരു വിശ്വാസമാണെങ്കിൽ നല്ലത് തന്നെ. ഇവിടെ ആ